അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയ. ധനവും മക്കളുമെല്ലാം ഈ ഭൗതികമായ ജീവിതത്തിലെ അലങ്കാരമാണ് എന്നാണ് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നാം മാതാപിതാക്കളോട് നാം നല്ലതുപോലെ പെരുമാറുക, അവരെ നല്ല രീതിയിൽ പരിചരിക്കുകയും ചെയ്യുക. അതുകൊണ്ടാണ് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം 3 കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തപ്പോൾ സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമീൻ പറയുകയുണ്ടായി. ഒന്നിൽപ്പെട്ടതാണ് വൃദ്ധരായ മാതാപിതാക്കളുണ്ടായിട്ട് സ്വർഗപ്രവേശനം എളുപ്പമാക്കാത്തവന് അവന് അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാകട്ടെ എന്നാണ് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ദുആ ചെയ്തപ്പോൾ അവിടെ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അവിടുന്ന് ആമീൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് വൃദ്ധരായ മാതാപിതാക്കൾ കാരണം നമുക്ക് സ്വർഗത്തിലേക്കുള്ള ഒരു പ്രവേശനമാണ് എളുപ്പമാക്കുവാൻ കഴിയും. അതുകൊണ്ട് മാതാപിതാക്കളോട് ഛേ എന്ന് പോലും പറയരുത് എന്ന വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു. മാതാപിതാക്കളോട് അവർ ചെറുപ്പത്തിൽ നമ്മെ വളർത്തിയത് കൊണ്ടാണ് നാം ഈ നിലയിൽ എത്തപ്പെട്ടത്. അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുകയും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുകയും ചെയ്യുക. അവരുടെ പൊരുത്തമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദഖലൽ ജന്ന സ്വർഗത്തിലും കടക്കുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെ നാം അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കും. അല്ലാഹു തആല നമുക്ക് നാഫിയായ ഇൽമിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ.